പി എൽ ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. സോ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പുറത്തൊക്കെ കറങ്ങിയൊക്കെ നമ്മളെ റോസാപ്പൂവൊക്കെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ വിൻഡോ ഒക്കെ തുറന്നിട്ടുണ്ടായിരുന്നു, കാരണം നല്ല വേർത്തായിരുന്നു കേട്ടോ. തലേദിവസം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ലൊരു വെത്തായിരുന്നു. പിന്നെ നാളെ മദ്രസ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ബുക്കും ബാഗൊക്കെ റാക്കിൻ്റെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തപ്പി പിടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മളൊന്ന് സെറ്റാക്കണമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ബാഗൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒക്കെ റെഡിയാക്കിയായിരുന്നു. പിന്നെ ദുബായിൽ നിന്ന് ആപ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് ബാഗും ഇതുപോലത്തെ വേറൊരു ബാഗും കൂടി ഉണ്ട് കേട്ടോ. അത് മമ്മീൻ്റെ ആണ്, ബട്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ എനിക്കൊരു പെർഫ്യൂമും കൊടുത്തിട്ടുണ്ട്, അടിപൊളിയാണ് കേട്ടോ ഈ പെർഫ്യൂം. ഡീറ്റെയിലൊക്കെ വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. അപ്പോൾ ബാഗും എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാണ്ടായിരുന്നു ഈ ചുരിദാർ ഇട്ടിട്ട്. അപ്പോൾ ഈ ചുരിദാർ അങ്ങനെ ഉണ്ട് നിങ്ങൾ പറയാം കേട്ടോ. നീല കളറുള്ള ചുരിദാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊന്നും മേക്കപ്പ് ഇടുന്നില്ല, ഒരു കൺമഷി പിന്നെ മിറർ വേണമല്ലോ നമുക്ക് കൺമഷി ഇടണമെങ്കിൽ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു. ഓവർ സൺലൈറ്റ് ആയിട്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അതുമല്ല താഴെ നിറയെ വെള്ളം കേട്ടോ, മഴയൊക്കെ പെയ്തതുകൊണ്ട് ആ വെള്ളത്തിൽ ഇരുന്ന് കാണാൻ ഞാൻ ഷൂട്ട് എടുക്കണം. അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുളിച്ച് കഴിഞ്ഞ് ലഞ്ച് ടൈം ആയപ്പോൾ ലഞ്ചിന് ഇതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ലഞ്ച് കഴിഞ്ഞ് കുറച്ച് മധുരം കഴിക്കാൻ പറഞ്ഞാൽ കുറച്ച് മധുരം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈവനിങ് ടൈമിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയിച്ചു. വേറെ കൊടുക്കല്ലോ ഞങ്ങളടുത്തൊരു സ്ഥലമുണ്ട്, ഞങ്ങളെ സ്ഥലമെന്ന് പറയാം, കുറച്ച് ഞങ്ങളെ സ്ഥലം കൂടിയാണ് കേട്ടോ. ഈ കാണുന്നത് കോട്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ കോട്ടേഴ്സ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഭാഗത്തേക്ക് പോകാം. ഫുള്ള് പച്ചപ്പാണ്. ഇതിൻ്റെ ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ പച്ചപ്പാണ് കേട്ടോ. ഇവിടെ ഭയങ്കര കൂളാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഫുൾ മെമ്മറീസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് മുന്നേ മഴക്കാലത്താണ് അധികം വരാറുള്ളത്. ഇങ്ങനെ ഇവിടെ ഈ പുൽക്കാട്ടിലൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കും. ഇപ്പോൾ കാടൊക്കെ ആയതുകൊണ്ട് ഒന്നും ഇപ്പം അങ്ങനെ വല്ലാണ്ട് ഇല്ല. ആദ്യമൊക്കെ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ കുണ്ടായിട്ട് വെള്ളം നിൽക്കും. അപ്പോൾ ഒരു കുളം പോലെ ആയിരിക്കും, നല്ല വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിക്കാനൊക്കെ അങ്ങോട്ട് പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയത് തന്നെ 3 മണി ആവാതെയാണ്. അപ്പോൾ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ പറമ്പ് വരുന്ന സ്ഥലം കേട്ടോ. ഈ കാണുന്നതാണ് ഞങ്ങളുടെ പറമ്പ്. ഇത് ഞങ്ങളെ മൂത്താപ്പാൻ്റെ പറമ്പാണ്. അപ്പോൾ അവിടെ വെയിലേക്ക് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്രദേശം മീൻസ് ഈ ഒരു സ്ഥലം. ഓക്കെ, പിന്നെ ഞങ്ങളുടെ സ്ഥലം ഇതാണ് കേട്ടോ. ഈ കാണുന്ന സ്ഥലം ഞങ്ങളതാണ്. അവിടെ മുരിങ്ങ ഇല, അതുപോലെ തേക്ക്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സാധനത്തിൻ്റെ പേരറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ആക്കട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഇങ്ങനെ നല്ല രസമായി തോന്നി, പക്ഷേ എനിക്കിതിൻ്റെ പേരറിയില്ല. പിന്നെ അടുക്കാപ്പയ ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാൻ എവിടേക്കോ വീഡിയോ എടുക്കണം, അവിടെയൊക്കെ എൻ്റെ മുഖത്തേക്ക് സൂര്യൻ കുത്താനായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു മാവുണ്ട് കേട്ടോ, 2 മാവുണ്ട്. അതിൽ കുറച്ച് വലിപ്പമുള്ളതും മാങ്ങുള്ളതും ഈ ഒരു മാമലാണ്. കുറച്ച് കൊൽപ്പറ്റണം. ഇത് റംബുട്ടാനാണ്. സോ എന്നും വെള്ളം നനയ്ക്കാറുണ്ട്, ഇപ്പോൾ വെള്ളം നനയ്ക്കാറില്ല. പിന്നെ ഇത് നമുക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ, വെള്ളം ടാങ്കിൽ. അങ്ങനെയൊക്കെയുള്ള ഇതാണ് കേട്ടോ റംബുട്ടാൻ, ഞാൻ പറഞ്ഞില്ലേ അതാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് പോന്നു കാരണം ഞങ്ങൾ ഇതേ ഒരു ഭാഗമാണ്. ഇതിന് മെമ്മറി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ചാടാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ മെനക്കെടുത്തുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇരിക്കും കേട്ടോ. ഭയങ്കര ഫുള്ള് പച്ചപ്പ്, ഭയങ്കര കാടായിക്കണം കേട്ടോ. ഇങ്ങനെ കാടൊന്നും ഇല്ലേനു. ഇപ്പം അങ്ങനെ ആരും ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് തന്നെ ഭയങ്കര കാടായിക്കണം. ഇതിൽ കൂടെ ഒക്കെ വെള്ളം ഒലിച്ചു പോലെ. ഞങ്ങൾ അവിടെ ഒരു വലിയ കിണറുണ്ട്. ആ കിണറിന് വെള്ളം നിറഞ്ഞിട്ടാണ് ഇവിടെ ഈ കാണുന്ന ഫുള്ള് ഭാഗത്തും വെള്ളത്തിൽ. ഈ വരാൻ എന്താണെന്നും എനിക്ക് യാതൊരു പിടിയില്ല ഗൈസ്. പിന്നെ ഇവിടുത്തെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ അപ്പോൾ ഇത് ഇങ്ങനെ ഈ കളറാണോ, നല്ല ഗൈസ് നല്ല പച്ചപ്പാണ്. പക്ഷേ ഈ വെയിലിൻ്റെ പവർ കൊണ്ടാണ് തോന്നുന്നു ആകെ കരിവാളിച്ചിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ കരിവാളിക്കും, കാരണം എൻ്റെ നേരെ സൂര്യനാണ്. ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ അവസ്ഥയല്ല, എന്നാലും ഇരുന്നു. പിന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. ഇത് ഇന്നലത്തെ മഴവെള്ളം ഇങ്ങനെ റോട്ടുമ്പോൾ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ റോഡെത്തി, അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ പപ്പ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു ഈവനിങ്ങിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.